കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ 32 നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നായ തളിപ്പറമ്പ് ഗ്രാമത്തിലെ ഗ്രാമക്ഷേത്രമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പ്രധാന ദേവൻ ശ്രീകൃഷ്ണൻ കംസവധത്തിനു ശേഷമുള്ള സങ്കല്പമായതിനാൽ വിശന്നു വലഞ്ഞു നിൽക്കുന്ന ഭഗവാന് നട തുറന്ന ഉടനെ തന്നെ നിവേദ്യം പതിവാണ്. ഒരു കൈയിൽ നിവേദ്യവുമായിട്ടാണ് മേൽശാന്തി നട തുറക്കുന്ന പതിവ് തന്നെ. പഴയ കാലത്ത് തലേ ദിവസത്തെ ചോറാണ് നിവേദിച്ചത് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. നിവേദ്യശേഷമാണ് ഭഗവാന് അഭിഷേകം പോലും പതിവ്. കംസവധം കഴിഞ്ഞു നിൽക്കുന്ന ഭഗവാനായതിനാൽ അതിരാവിലെ തൊഴുന്നത് ഉത്തമമല്ലെന്നും പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ക്ഷേത്രത്തിലെ ബലിബിംബം ഉണ്ണിക്കണ്ണൻ്റേത് വില്വമംഗലം സ്വാമിയാർ പൂജിച്ചതാണെന്നും ചില പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ശ്രീകൃഷ്ണ വിഗ്രഹം എന്നും പറയപ്പെടുന്നു. ശംബര മഹർഷി തപസ് ചെയ്ത സ്ഥലം ലോപിച്ച് തൃച്ചംബരം എന്ന പേരിലേക്ക് മാറിയതാണെന്നും പല കഥകളിലും കേൾക്കുന്നുണ്ട്. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ഇവിടുത്തെ ദുർഗാഭഗവതി പടിഞ്ഞാറ് ദർശനമായി ജലദുർഗയായി കുടികൊള്ളുന്നു. ഭൃഗുവംശശ്രേഷ്ഠനായ പരശുരാമനാൽ പ്രതിഷ്ഠിതമാണ് തൃച്ചംബരത്തെ പ്രതിഷ്ഠ. ദ്വാപരയുഗത്തിൽ തൻ്റെ മാതാപിതാക്കൾക്ക് വരം കൊടുത്തതനുസരിച്ച് കലിയുഗത്തിൽ ഭഗവാൻ തൻ്റെ സ്വാഭാവിക രൂപം ധരിച്ച് സഹോദരൻ ബലരാമനോടുകൂടി ബാലക്രീഡകൾ അനുഷ്ഠിക്കുന്നത് കാണാൻ ഭാഗ്യമുണ്ടായ ഭാർഗവരാമൻ എല്ലാ വർഷവും കുംഭമാസം 14 ദിവസം തൃച്ചംബരത്ത് ഇത് ആവർത്തിക്കണമെന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് ഉത്സവത്തിൻ്റെ തുടക്കമെന്ന് വിശ്വസിച്ചു പോരുന്നു. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ഇവിടെ പടിഞ്ഞാട്ടു ദർശനമായി ജലദുർഗാ ഭഗവതി കുടികൊള്ളുന്നു. ഇവിടെ 2 നേരം പൂജ. ശ്രീകൃഷ്ണ ഭഗവാന് നിവേദിക്കുന്നത് എല്ലാം തന്നെ ഇവിടെയും നിവേദിക്കുന്ന പതിവുണ്ട്. കൂടാതെ ഒരു അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രവും ഒരു ശിവക്ഷേത്രവും ഈ അമ്പലത്തോട് ചേർന്ന് കുടികൊള്ളുന്നുണ്ട്. തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും കാഞ്ഞിരങ്ങാട്ട് വൈദ്യനാഥ ക്ഷേത്രത്തിലും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും ഒരേ ദിവസം കുളിച്ചു തൊഴുന്നത് വളരെയധികം വിശേഷമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ തൊഴുന്ന ഭക്തർക്ക് ഉദ്ദിഷ്ടകാര്യസിദ്ധിയും സകല ദേവീദേവന്മാരുടെ അനുഗ്രഹവും വന്നു ചേരുന്നു വിശ്വസിച്ചു പോരുന്നു. ശ്രീകൃഷ്ണസ്വാമിയും ബലഭദ്രസ്വാമിയും ഒരുമിച്ചുള്ള തിടമ്പ നൃത്തവും കൂടിപ്പിരിയലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അതായത് തൃച്ചംബരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. ഈ ഒരു അവസരത്തിൽ ഒരുപാട് ഭക്തജനങ്ങൾ ദൂരദേശത്ത് നിന്ന് പോലും ഈ ഒരു ഉത്സവരംഗം കാണാൻ വേണ്ടിയിട്ട് എത്തിപ്പെടാറുണ്ട്. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞതാണ് തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഇവിടുത്തെ ഉത്സവ ചടങ്ങുകളും നിത്യപൂജകളും എല്ലാം തന്നെ. ശ്രീകൃഷ്ണസ്വാമിക്ക് ഉണ്ണിയപ്പം നിവേദിക്കുന്നത് ഒരു വിശേഷമായിട്ടുള്ള കാര്യമാണ്. നമ്പൂരി സ്ത്രീകൾ വ്രതമെടുത്ത് കുളിച്ച് ശുദ്ധിയായി ഭഗവാന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നിവേദിക്കുന്ന ഒരു പതിവ് കൂടെ ഈ ഒരു
അമ്പലത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൂടാതെ ബ്രാഹ്മണർ പാരമ്പര്യ വേഷം തട്ടുകൊടുത്തതിന് ശേഷം മാത്രമേ ഈ അമ്പലത്തിൽ നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പഴയ കാലത്തൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അതും വളരെ വിശേഷമായിട്ട് കരുതുന്ന രീതിയാണ്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ചിട്ടകളും രീതികളും ഉള്ള ഒരു അമ്പലം കൂടെയാണ് തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം.